ഭീകരതയ്ക്കുള്ള പാക് പിന്തുണ തുറന്നുകാട്ടാൻ വിദേശത്തേക്ക് പോകുന്ന സംഘത്തിൽ ഡോക്ടർ ശശി തരൂർ MP ഉൾപ്പെടുത്തിയതിൽ രാഷ്ട്രീയ വിവാദം തുടരുന്നു. നിർദ്ദേശിച്ച പേരുകളിൽ ഒരാളെ മാത്രം ഉൾപ്പെടുത്തിയത് ഖേദകരമെന്നും കേന്ദ്രത്തിന്റേത് വില കുറഞ്ഞ രാഷ്ട്രീയ കളിയെന്നുമാണ് കോൺഗ്രസിന്റെ വിമർശനം. തന്നെ ഉൾപ്പെടുത്തിയത് ബഹുമതി എന്ന ഡോക്ടർ ശശി തരൂരിന്റെ പ്രതികരണം കോൺഗ്രസിനെ വെട്ടിലാക്കിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഒടുവിൽ കോൺഗ്രസ് വഴങ്ങുകയാണ്, ഒരർത്ഥത്തിൽ അനുമതി നൽകിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ശശി തരൂരിനോടുള്ള വിയോജിപ്പ് ഇവിടെയും അറിയിക്കുകയല്ലേ? ഒരു സൂചന നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഘത്തിൽ താൻ ഉണ്ടാകുമെന്ന്, അതിനപ്പുറത്തേക്ക് അനുമതി തേടിയിട്ടില്ല എന്ന് പറയുകയാണ്. ഒപ്പം തന്നെ കേന്ദ്രത്തിനും BJPക്കുമുണ്ട് വിമർശനം. അനുജ, ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് വെട്ടിലായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് ഒരു ദേശീയ വിഷയം, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ശശി തരൂരിനെ തള്ളാനും കൊള്ളാനും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. എന്നാൽ അതൃപ്തി വരികൾക്കിടയിൽ കൃത്യമായി തന്നെ കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ട അംഗങ്ങളുടെ പേരുകൾ നിർദ്ദേശിക്കാൻ കോൺഗ്രസിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. ഇതനുസരിച്ച് 4 പേരുകൾ കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ പേരുകളിലെ ആനന്ദ് ശർമ്മയൊഴികെ മറ്റ് 3 പേരെയും തഴഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ 5 പേരുകൾ, ശശി തരൂർ അടക്കമുള്ള 5 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. അമർ സിംഗ്, ശശി തരൂർ, മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, ആനന്ദ് ശർമ്മ എന്നിവരാണ് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരോടും തന്നെ 5 പേർക്കും ഈ സംഘത്തിന്റെ ഭാഗമായുള്ള സന്ദർശനത്തിന് കോൺഗ്രസ് അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം കൃത്യമായി തന്നെ അതൃപ്തി രേഖപ്പെടുത്തുകയാണ്. ഗുരുതരമായ ദേശീയ വിഷയങ്ങളിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെത് വില കുറഞ്ഞ രാഷ്ട്രീയ കളി എന്ന വിമർശനമാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ശശി തരൂരിനെ ഉൾപ്പെടുത്തിയ ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസിനെ ഈ വിഷയത്തിൽ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വം നിർദ്ദേശിച്ച 4 പേരിൽ ഒരാളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളത് ഖേദകരമാണ് എന്നും കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയ 4 പേരും, എന്നാൽ ഇതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നിർദ്ദേശത്തിനപ്പുറത്തേക്ക് ഉൾപ്പെടുത്തിയ 4 പേരും തങ്ങളുടെ കടമകൾ നിർവഹിക്കും എന്നുമാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ എന്നാൽ കൂടുതൽ പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ ശശി തരൂർ തയ്യാറായിട്ടുമില്ല. അനുജ, അതാണ് ശശി തരൂരിന്റെ പ്രതികരണം. ഇപ്പോൾ ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. ഇന്നലെയൊക്കെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഏതായാലും വിദേശത്തേക്ക് പോകുന്ന സംഘത്തിൽ ശശി തരൂർ MP ഉൾപ്പെടുത്തിയതിലുള്ള രാഷ്ട്രീയ വിവാദം തുടരുകയാണ്. കോൺഗ്രസ് വെട്ടിലായൊരു സാഹചര്യമാണുള്ളത്. കോൺഗ്രസ് ഇപ്പോൾ ശശി തരൂരിന് അനുമതി നൽകുകയും ചെയ്തു.